ചെങ്ങമ്പുഴ എന്ന കവിയും അദ്ദേഹത്തിൻ്റെ രമണൻ എന്ന കൃതിയും മലയാളികൾക്ക് തീർത്തും സുപരിചിതമായിട്ടുള്ള ഒന്നായിരിക്കും. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാകവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് വാക്കുകളുടെ മനോഹരമായ ഒരു കുത്തൊഴുക്കാണ് എന്ന് പറയാം. ഒരു നല്ല മാലയിൽ മുത്തുകൾ എങ്ങനെയാണോ കോർക്കുന്നത് അതേപോലെയാണ് അദ്ദേഹം വളരെ സുന്ദരമായ വാക്കുകൾ കൊണ്ട് കവിത തീർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയുക, മലയാളി കവിതയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ചെങ്ങമ്പുഴ കവിതകൾ കേട്ടായിരിക്കുമെന്ന്. ഒരു കാലഘട്ടത്തിൽ രമണനില്ലാത്ത വീടുകൾ, വായിക്കാത്ത വീടുകൾ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന ആ മഹാനായ കവി എനിക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കവിത കാവ്യനർത്തകിയാണ്. കാവ്യനർത്തകി നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങളായി പഠിച്ചിട്ടുള്ള കവിതയാണ്. അതായത് കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നൊക്കെയുള്ളത് നമ്മൾ വളരെ അധികം കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. പക്ഷെ ആ കവിതയുടെ ഏറ്റവും അവസാന ഭാഗം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. കരകമലദളയുതള മൃദുമൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മലോകാന്തരങ്ങൾ പലതും കടന്നു ഞാൻ പോയി പരിഹൃത പരിണിത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃത്തി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു 1000 സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികെ നീ നിൻ നടനം നടത്തി മായികെ നീ നിൻ നടനം നടത്തി. ഒരു കവിതയെ, ഒരു കാവ്യത്തെ ഒരു നർത്തകിയായിട്ടാണ് ഇവിടെ കവി കാണുന്നത്. എങ്ങനെയാണോ ഒരു നർത്തകിയുടെ നൃത്തം നമ്മൾ ആസ്വദിക്കുന്നത്, അതിൻ്റെ ഓരോ ചലനങ്ങളും അതിൻ്റെ താളബോധവും ഒക്കെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ കവിതയും നമ്മളെ മറ്റൊരു ലോകാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കവി പറയുന്നത്. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേട്ടു നോക്കുക.